നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 പൊതുവെ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും 2023 തന്നെ തരണം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു. ഇപ്പോഴും അത് പ്രാരംഭത്തിൽ ഈ വർഷത്തിലും പകുതി വരെയും അതൊക്കെ ഏറെക്കുറെ തുടരേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനവും 8 മണിക്കൂറിന് പകരം 10-12 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ട് അത് തരണം ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ധാരാളം പ്രയത്നിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക, ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും മേലധികാരി പറയുന്നതാണെങ്കിലും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളാണെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും വിലയിരുത്തിക്കൊണ്ട് ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രയത്നിക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഈ വർഷത്തിൻ്റെ പകുതിയോടുകൂടി പ്രതീക്ഷിച്ചതിലുപരി തൊഴിൽ മണ്ഡലങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അതായത് സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടവും പുരോഗതിയും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിത്തീരും. ഔദ്യോഗിക തലത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്ഥാനക്കയറ്റമൊന്നും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഏത് പ്രകാരത്തിലും ഈ ഒരു വർഷം തീർത്തും ജോലി രാജിവെച്ചും മറ്റു ജോലിക്ക് നേരാം എന്നൊക്കെ പരിശ്രമിക്കും. എന്നാൽ മെയ് മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക. മെയ് മാസത്തിന് മുൻപേ ആണെങ്കിൽ തത്തുല്യമായുള്ളൊരു ജോലി കിട്ടാൻ സാധ്യതകൾ വളരെ കുറവും ആണ്. പഠിച്ച വിദ്യയോടനുബന്ധമായുള്ള ഉദ്യോഗം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും പഠിക്കാനുള്ളൊരവസരത്തെ കഴിഞ്ഞ 2023 മുതൽ തന്നെ തുടങ്ങി വെച്ചിരുന്നു. ഈ മെയ് മാസത്തോടുകൂടി 2024 മെയ് പൂർത്തീകരിച്ച് ജൂൺ ജൂലൈയോടുകൂടി തൃപ്തികരമായുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കാം എന്ന സങ്കല്പത്തോടുകൂടി വീട് വാങ്ങിക്കാനൊരു അവസരം ഉണ്ടായിത്തീരും. കുറേ വീടുകളൊക്കെ നോക്കിയിട്ട് അന്തിമമായിട്ട് അതിൽ നിന്നും തീർത്തും അവിചാരിതമായിട്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വീട് വാങ്ങിക്കുവാനും വേണ്ടി പണി ചെയ്തു വരുന്ന വീടായിരിക്കാം. പൂർത്തീകരണം എന്നതൊക്കെ തന്നെ 2024 ഒടുവിലോ 2025 ഏപ്രിൽ മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതിന് ഗഡുക്കളായിട്ട് പൈസ കൊടുക്കുവാനൊരു തീരുമാനത്തിനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ അധികാരപരിധി വർദ്ധിക്കും. കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ചതായുള്ള പല വിധത്തിലുള്ള അസുഖങ്ങൾ അത് ഈ ഒരു വർഷവും പകുതി വരെ ഏകദേശം തുടരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പക്ഷേ വിദഗ്ധമായുള്ള ചികിത്സകൾ, ദിനചര്യാക്രമങ്ങൾ എന്നിവയൊക്കെ തന്നെ ജോലിയോടൊപ്പം ഈ അസുഖങ്ങളെ കൊണ്ട് നടക്കുക എന്ന സങ്കല്പത്തോടുകൂടി അസുഖങ്ങൾ മാറുക എന്ന സങ്കല്പം ഇല്ലെങ്കിൽ പോലും എല്ലാം ഒരേപോലെ അനുവർത്തിച്ചു പോകുവാനൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അറിവും കഴിവും പ്രാപ്തിയും അനുകൂലമായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. സ്വന്തം നിശ്ചയിക്കുന്ന പരീക്ഷകൾക്കും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും പാഠ്യപദ്ധതികളൊക്കെ സമർപ്പിക്കുന്നതിനും ഈ വർഷം ഏതു പ്രകാരത്തിലും വേണം എന്ന നിശ്ചയമുണ്ടെങ്കിൽ മെയ് മാസത്തിന് ശേഷമായിരിക്കും ഏറ്റവും നന്നാവുക. എന്നാൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പലവിധത്തിലുള്ള മാന്ദ്യമുള്ള ഒരു അവസ്ഥ വന്നു ചേരുകയും മനസ്സിന് ജോലിയോടൊപ്പം തന്നെ ഇത് താല്പര്യം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടും ഇനിയും ആ ഒരു മേഖലയെപ്പറ്റി പരിശീലനം നേടിക്കൊണ്ടും പഠിച്ചും കൊണ്ടും അവലംബിക്കുവാനും അവതരിപ്പിക്കുവാനും അവസരം മെയ് മാസത്തിന് ശേഷം വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ സർവസ്വീകാര്യത വന്നു ചേരുവാനും അന്വേഷണങ്ങൾക്കും അവതരിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും മക്കളുടെ പ്രായോഗിക വശം, പ്രായോഗികമായിട്ടുള്ള ചിന്തകൾ സർവാത്മന സ്വീകരിക്കുവാനും ആശ്വാസകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകർക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനിട വരുമെങ്കിൽ പോലും അതൊരു കാലനിർണയം നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ലഭിക്കണം എന്ന ധാരണ വേണ്ടതാണ്.
കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾക്ക് മേലധികാരികൾക്ക് പുതിയതായിട്ടുള്ള ആശയങ്ങൾ സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ മേലധികാരികൾക്ക് തൃപ്തികരമായിട്ടുള്ള സമീപനം അല്ലാത്തതിനാൽ മെയ് മാസത്തിന് ശേഷം ഈ ഒരു പദ്ധതികളെല്ലാം തന്നെ ഉടമസ്ഥരെ കണ്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുകയും അതൊരു ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി അനുഭവജ്ഞാനവും നേടുവാൻ അവസരമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും നല്ലൊരു പദവിയോട് കൂടിയതായുള്ള മറ്റൊരു ജോലി 2025 ആദ്യത്തിൽ വന്നു ചേരുവാനും സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രതിഫലേച്ഛ കൂടാതെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിനാൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുക മാത്രമല്ല, അർഹതയുള്ളവർക്കാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹപാഠികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമാന ചിന്താഗതിയുള്ളവരിൽ നിന്നും സാമ്പത്തികമായുള്ള സഹായം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ശുഭപ്രതീക്ഷകളോടുകൂടി ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ജൂൺ മാസത്തിന് ശേഷം നേട്ടമുണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. സ്വപ്നത്തിൽ കാണുവാനിടയായ കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത് വഴി നേർന്നുകിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും പല സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും നിയമപരമല്ലാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കാൻ, അതായത് ധർമ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരമുണ്ടാകുന്നത് ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ബൃഹത് പദ്ധതികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ജൂൺ മാസം വരെ ഇതിൻ്റെ വരും വരായികളെപ്പറ്റി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഏറ്റെടുക്കാവൂ. തീർത്തും അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്നു പോകാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു വർഷം ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ പോകുവാനോ ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥയാത്രകൾക്കോ വേറെ ചിലർക്കൊക്കെ തന്നെ മാതാപിതാക്കളെ അന്യദേശത്തേക്ക് സ്ഥിര താമസമാക്കുവാനുള്ള കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ തീർത്തും അവിചാരിതമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നു ചേരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ കുടുംബത്തിലും തൊഴിൽപരമായിട്ടും ദേഹപരമായിട്ടും മാനസികമായിട്ടൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദഹനരസം കുറയുന്നത് വഴി വയറിന് അസുഖങ്ങൾ വന്നു ചേരാം. മക്കൾക്ക് പലവിധത്തിലുള്ള കാര്യങ്ങൾക്കുമായിട്ട് സ്വല്പം പണം കൊടുക്കുവാനിട വരുമെങ്കിൽ പോലും മക്കൾ ബിസിനസ്സിൽ ഏർപ്പെടുക, വ്യക്തമായിട്ടുള്ള ദിശാബോധമില്ലാതെ പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നിന്നും മക്കളെ പിന്തിരിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പലപ്പോഴും അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ചിലർക്കൊക്കെ തന്നെ 3-4 മാസം കൂടുമ്പോൾ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് സാമ്പത്തികമായുള്ള നിലനിൽപ്പ് കുറയും. വേറെ ചിലർക്ക് സ്വസ്ഥതക്കേടുകൾ അനുഭവപ്പെടും. മറ്റു ചിലർക്ക് ഉദ്യോഗത്തിൽ നേട്ടം കുറയും. ചിലർക്ക് അടുത്ത പരമ്പരകൾ, അതായത് മക്കൾ ഇല്ലാത്തൊരവസ്ഥ വന്നു ചേരാം. ഇങ്ങനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ കുടുംബത്തിലെ സ്വസ്ഥതക്കേടുകൾ കാണുമ്പോൾ വാസ്തുശാസ്ത്രപ്രകാരം അതിൻ്റെ ഏതെങ്കിലും വിധത്തിൽ അപാകതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിവർത്തനങ്ങൾ നടത്തുവാൻ അവസരം വന്നു ചേരും. ഓഗസ്റ്റ് മാസം മുതൽ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ജൂൺ മാസം മുതൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും
പ്രതീക്ഷിച്ചതിലുപരി നല്ല നിലയിൽ പ്രവർത്തിക്കാനും ഒരു അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാൻ സാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും ഉണ്ടായിത്തീരും. സ്വന്തം പരീക്ഷ നിശ്ചയിക്കുന്നതും കർമ്മ പദ്ധതികളിൽ ഏർപ്പെടുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരിക്കാം, വേറെ ചിലർക്ക് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളായിരിക്കാം. ഇവയെല്ലാം തന്നെ ഒരുപക്ഷെ മെയ് മാസം മുതൽ 2024 മെയ് മാസം മുതൽ 2025 മെയ് മാസത്തിൻ്റെ ഉള്ളിലാണ് അവലംബിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗം കാണുന്നുണ്ട്. ഇതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2024 അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.